അങ്ങനെ മറ്റൊരു പൂത്തിരി വിശേഷത്തിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പൂത്തിരി കത്തുന്നത് പോലെ കത്തിപ്പോയി കേട്ടോ വയറുകൾ. കത്തിപ്പോകാനുള്ള റീസൺ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണെന്ന്. എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നത് വയറിന് ഡാമേജ് ആയിരിക്കാം. കാരണം ഈ ലൈറ്റുകൾ കൊടുത്തിരുന്ന വയറാണ് കത്തിപ്പോയത്. ഈ ലൈറ്റുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വലിയ പവറുകളും കാര്യങ്ങളൊന്നും എടുക്കുന്നതായില്ല. ഒരുപക്ഷെ ആ വയറിൻ്റെ ഇൻസുലേഷൻ്റെ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചത് കൊണ്ട് ടയറുകൾ തമ്മിൽ ടച്ച് ആയതുകൊണ്ട് കത്തിപ്പോയതായിരിക്കാം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ മുഴുവൻ ഉപ്പ് വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു ഗാർഡനാണ്. അപ്പം അങ്ങനെ വെള്ളം വന്ന സമയത്ത് വയറിൻ്റെ ഇൻസുലേഷൻ എന്തെങ്കിലും ഡാമേജ് വന്ന സംഭവിച്ച സമയത്ത് കത്തിപ്പോയതായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ കത്തിപ്പോയ സ്ഥലത്ത് വന്നിട്ട് ജോയിൻറ്റുകളും കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്ലെയിനായിട്ട് കിടന്നൊരു വയറാണ് കത്തിപ്പോയത്. അപ്പോൾ അതിന് ഇൻസുലേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കത്തിപ്പോകാനാണ് സാധ്യത. രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ചെയ്ത വർക്കൊന്നുമല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ചെയ്ത വർക്കിലെ ഡാമേജുകളൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ല, മറ്റുള്ളവരുടെ വർക്കിലെ ഡാമേജുകൾ മാത്രം എടുത്ത് ഞങ്ങൾ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നലുണ്ടായേക്കാം. പക്ഷേ നിങ്ങളുടെ ആ ധാരണ ശരിയല്ല. കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ പോലും ഞാൻ പലപ്പോഴും വീഡിയോകളായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്തായാലും ഇത് വളരെ മോശമായിട്ടുള്ള രീതിയായിപ്പോൾ ഈ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണലിലൊക്കെ നമ്മൾ വെറുതെ പൈപ്പൊന്നും ഇടാതെ വെറുതെ വയറൊക്കെ ഈ മണ്ണിനകത്താക്കി കുഴിച്ച് വയ്ക്കുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. ആര് ചെയ്താലും ശരി തന്നെ, ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. അപ്പം ഈ വീട്ടുകാരെ ഫസ്റ്റ് നമുക്ക് ഈ വർക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ നമുക്ക് തന്നില്ല. നമ്മളെക്കാളും കുറഞ്ഞ റേറ്റിന് മറ്റാരോ ഈ വർക്ക് എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്ക് പോലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സാധാരണഗതി സംഭവിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തരാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് കൊണ്ട് ഈ വയർ ഫുള്ള് ഷോർട്ടായി അത് കത്തിപ്പോവുകയാണ് സംഭവിച്ചത് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഞങ്ങളിതിനെ റെഡിയാക്കി എടുക്കാനായിട്ട് തന്നെയാണ് വന്നത്. ഞങ്ങളെല്ലാം മുഴുവനായിട്ട് ഇതിനെ ഇളക്കിയെടുത്ത് നോക്കിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഈ സംഭവം എന്ന് പറയുന്നത് ആ സ്കട്ടിങ്ങിലോട്ട് സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ലൂപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വയർ ചേഞ്ച് ആക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ വയർ ഞാൻ ജോയിൻ്റ് അടിക്കുന്നത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഞാൻ പറയും ജോയിൻ്റ് അടിക്കുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് ഔട്ട് സൈഡിൽ. എങ്കിൽ കൂടിയും ഞാൻ വാട്ടർ പ്രൂഫിൻ്റെ നമ്മുടെ നോർമൽ ഇൻസുലേഷൻ ടേപ്പൊക്കെ വെച്ചിട്ട് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ടൈറ്റായിട്ട് നല്ല ജോയിൻ്റ് അടിച്ചിട്ട് കേട്ടോ. ഞാൻ ശ്രമിച്ചു നോക്കി, അതിനെ ഊരിയിട്ട് പുതിയ വയറിടാനായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷേ നടന്നില്ല. ഇതെന്തോ ടൈലിൻ്റെ ഉള്ളിലൊക്കെ സിമൻറ്റൊക്കെ വെച്ചിട്ട് തന്നെ എന്തോ സെറ്റാക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ സ്റ്റൈലൊക്കെ കുത്തി പൊളിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഞാൻ തൽക്കാലം ആ ഒരു ഭാഗത്തോട്ട് ഞാൻ ചിന്തിച്ചില്ല. എന്തായിരുന്നാലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വയറൊക്കെ ഞാൻ വലിച്ചൂരിയൊക്കെ നോക്കി. ബാക്കിയുള്ള വയറുകൾക്കൊന്നും പ്രശ്നമില്ല. ബാക്കിയുള്ള എല്ലാ ഫുള്ള് ലൈറ്റുകളും ഞാൻ മാറ്റിവിട്ട് അതിനകത്തൊരു ജോയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പ്രത്യേകിച്ച് ജോയിൻറ്റുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു നിർഭാഗ്യവശാൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തോ ഉണ്ടായ ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്തായിരിക്കാം ഇങ്ങനെ വയറുകളെല്ലാം കൂടെ കത്തി പോകാനുള്ള സാധ്യത. ഇൻസുലേഷൻ മറ്റതൊക്കെ പോയി ഉപ്പുവെള്ളം കൂടെ കയറിയിട്ടൊക്കെ ആയിരിക്കും നശിച്ചു പോയത്. അല്ലാതെ നമ്മളിപ്പം ഇത് കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ ആരും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാറില്ലേ. നമ്മളിപ്പോൾ പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും. പക്ഷേ കഴിവത് നമ്മൾ നോക്കി ശ്രദ്ധയോടെയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന ചെറിയ ഒരു അശ്രദ്ധ നമുക്ക് ചിലപ്പോൾ ഒരു വലിയ വിലകൾ നമ്മളതിന് വേണ്ടി കൊടുക്കേണ്ടി വരും. ചിലപ്പം എന്താ പറയുക, മറ്റുള്ളവരുടെയും ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള കാരണം വരെ നമ്മളെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഞാൻ പൈപ്പെല്ലാം ഇറക്കി വെച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് സിമൻറ്റൊക്കെ ഇറക്കി വെച്ച് ഫിക്സ് ആക്കിയിട്ട് ഈ പൈപ്പിനുള്ളിലോട്ടൊക്കെ ഫുള്ള് സിലിക്കോണെല്ലാം അടിച്ച് കയറ്റി ഈ ലൈറ്റെല്ലാം ഫുള്ള് സിലിക്കോണിലൊക്കെയാണ് അടിച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ വെള്ളം അതിനകത്ത് ഇറങ്ങി ഇനിയൊന്നും വരില്ല എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഞാൻ പുറമേ നിന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്ത് കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്താലും എവിടെയെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഞാനിപ്പോൾ ചെയ്തിട്ട് പോണതിലും ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നുള്ള കാര്യം നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കറിയാം കേട്ടോ. നമ്മളിപ്പോൾ എത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിച്ചാലും എവിടെയെങ്കിലും ചെറിയ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് അറിയാതെയെങ്കിലും വരും.